ഹലോ, ഞാൻ VK അനിൽകുമാർ, സർട്ടിഫൈഡ് കരിയർ കൗൺസിലർ, അനിൽസ് കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ anilscareerguidance.com. നമ്മളിന്നിവിടെ ചിന്തിക്കുന്നത് ഏത് പ്രായത്തിലാണ് കുട്ടികൾക്ക് കരിയർ കൗൺസിലിംഗ് തുടങ്ങേണ്ടത്. കാരണം പല പാരൻസും കുട്ടികളും ഒരു കരിയർ കൗൺസിലിങ്ങിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരുപക്ഷെ 11th ഏത് സബ്ജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ 12th കഴിഞ്ഞിട്ട് എവിടെ പഠിക്കണം, എന്ത് അഡ്മിഷൻ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. തീർച്ചയായിട്ടും അത് അവിടെ ആ ഒരു മൊമെൻറ്റിൽ കരിയർ കൗൺസിലിംഗ് ആവശ്യമാണ്. കാരണം കരിയർ കൗൺസിലേഴ്സ് എപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങളും റിസർച്ചും നോളജും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പാരൻസിനും കുട്ടികൾക്കും ഒരു കരിയർ കൗൺസിലറിനെ കോണ്ടാക്ട് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിൽ സഹായകരമാകും. ഇവിടെ നാം ചിന്തിക്കുന്നത് എന്താണ്, ഏത് പ്രായത്തിലാണ് കുട്ടികൾക്ക് കരിയർ കൗൺസിലിംഗ് ലഭിക്കേണ്ടത് എന്നുള്ളതാണ്. എന്താണ് കരിയർ കൗൺസിലിംഗ്? കരിയർ കൗൺസിലിംഗ് എന്നുള്ള വാക്കുകൊണ്ട് സാധാരണ നാം മീൻ ചെയ്യുന്നത് ഒരു കുട്ടിക്ക് അവൻ്റെ ഭാവിയിൽ അവൻ്റെ തൊഴിൽ ഏത് മേഖലയിൽ കണ്ടെത്താം എന്നുള്ളതാണ്. ഒരു കരിയർ അല്ലെങ്കിൽ ഒരു തൊഴിൽ, അതിന് അവനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അവൻ്റെ ബോധത്തിലേക്ക് കൊണ്ടുവരിക ആ ചിന്തകൾ, താല്പര്യങ്ങൾ. ഇതിൽ പ്രധാനമായും ചുരുക്കി പറയാവുന്നത് ഒരു കുട്ടിയെ അവൻ എന്താണ് എന്ന് മനസ്സിലാക്കിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവനെ സഹായിക്കുക. അവൻ്റെ പാഷൻസ്, അവൻ്റെ ഇൻ്റലിജൻസ്, അവൻ്റെ മിടുക്ക് എന്തൊക്കെയാണെന്ന് വേർതിരിച്ചറിഞ്ഞ് അവൻ ആ വിഷയത്തിലോട്ട് പഠിക്കാൻ അവനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് കരിയർ കൗൺസിലിംഗ് കൊണ്ടുണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു അക്കാഡമിക് മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഒരു കുട്ടിയുടെ മോറൽ, മെൻ്റൽ, സോഷ്യൽ, ഇൻ്റലിജൻറ്റ്, ഇങ്ങനെ പല മേഖലകളിലും അതിൻ്റേതായ ഒരു റേഷ്യോയിൽ ഒരു കരിയർ കൗൺസിലർക്ക് ചെയ്യാവുന്ന റേഷ്യോയിൽ അല്ലെങ്കിൽ ഡെപ്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് സപ്പോർട്ട് ഗൈഡൻസ് ആണ് കരിയർ കൗൺസിലിംഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു കരിയർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു പ്രോസസ്സല്ല, പക്ഷേ കരിയറിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്നു. ആ ട്രാക്കിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ കോഗ്നിറ്റീവ്, ഇമോഷണൽ ആക്ടിവിറ്റീസിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരു കരിയർ കൗൺസിലിങ്ങിൻ്റെ ആനുകാലിക പ്രസക്തി എന്താണ്? മറ്റ് കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കരിയർ കൗൺസിലിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. കാരണം ലോകം മാറുന്നു, സമൂഹം മാറുന്നു, വിദ്യാഭ്യാസ രീതി മാറുന്നു, വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടാകുന്നു, വിവിധങ്ങളായ മേഖലകൾ ഉണ്ടാകുന്നു. ഇന്നുണ്ടാകുന്നതെല്ലാം നാളെ സ്പേസ് ടെക്നോളജി, സ്പേസ് ടൂറിസം, ഇതൊക്കെ ആസ്ട്രോനോട്ട്സിനെ വരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്ന ഒരു ലോകത്താണ് നമ്മളും നമ്മുടെ കുട്ടികളും ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് വേ ഉണ്ടാക്കി കൊടുക്കുക. അതില്ലാത്തത് കൊണ്ട് അവൻ ഒരു കൺവെൻഷനിലായിരിക്കുന്ന അല്ലെങ്കിൽ പരമ്പരാഗതമായിരിക്കുന്ന ഒരു പഠന മേഖലയിലൂടെ കടന്നു പോവുകയും സാധാരണമായ അവന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നതിന് ലോകത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് ചുരുക്കി നമുക്ക് പറയാം. ഒരു കുട്ടി വളരെ കഴിവുകളുള്ളവനായിരിക്കും അവൻ ഏത് മേഖലയിൽ പോയാലും. പക്ഷേ അവൻ്റെ ഏറ്റവും പ്രതിഭ തിളങ്ങുന്ന മേഖലയിലേക്ക് അവനെ കടത്തിവിട്ടാൽ അവൻ ലോകത്തിനൊരു കോൺട്രിബ്യൂഷനാകും. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ജോലി കിട്ടും, മിടുക്കന്മാർക്ക് ജോലി പോരാ. ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, മാനവരാശിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ നാം ആ വഴിക്ക് വിടണം. അതും കൂടിയാണ് കരിയർ കൗൺസിലിംഗ്. അവിടെ അവരുടെ ജീവിതം സഫലമായി തീരും. ഒരു ബ്രൈറ്റ് സ്റ്റുഡൻറ്റ് എന്ന് നാം അക്കാഡമിക്കലി പറയാറുണ്ടെങ്കിലും ഒരു ബ്രൈറ്റ് സ്റ്റുഡൻറ്റിന്
കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ കരിയർ കൗൺസിലിംഗ് അവൻ്റെ ഒരു ബ്രൈറ്റ് പൊസിഷനിലെത്താൻ സഹായിക്കും. പക്ഷേ എല്ലാ കുട്ടികളും ബ്രൈറ്റാണ്. അവർ ഒരു മേഖലയിൽ അല്ലെങ്കിൽ വേറൊരു മേഖലയിൽ അവർ ബ്രൈറ്റ് ആയിരിക്കും. ആ മേഖല കണ്ടെത്തുകയാണ് കരിയർ കൗൺസിലിംഗ് ചെയ്യുന്നത്. പിന്നെ അവരെ സ്വയം മനസ്സിലാക്കുവാൻ സഹായിക്കുകയാണ് കരിയർ കൗൺസിലിങ്ങിലൂടെ നാം പ്രധാനമായിട്ടും ചെയ്യുന്നത്. കുട്ടികളെ അവരെ തന്നെ മനസ്സിലാക്കാൻ സഹായിക്കുക. ഹൂ ഐ ആം, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, ഞാൻ എവിടെ ഇമ്പ്രൂവ് ചെയ്യണം, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ കരിയർ കൗൺസിലേഴ്സിന് ഗൈഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടത് എപ്പോഴാണ് കരിയർ കൗൺസിലിംഗ് കുട്ടികൾക്ക് നൽകേണ്ടത്, ഏത് പ്രായത്തിലാണ്, ഏത് ക്ലാസ്സിലാണ് എന്നുള്ളതാണ്. എൻ്റെ അനുഭവത്തിലും പഠനത്തിലും ഗവേഷണത്തിലും കുട്ടികൾക്ക് കരിയർ കൗൺസിലിംഗ് നൽകേണ്ടുന്നത് അവരുടെ ബുദ്ധി ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോഴാണ്. അവരുടെ ഇമോഷൻസ്, അവരുടെ കോഗ്നിസൻസ് ഒരു തിരഞ്ഞെടുപ്പിനുള്ള പക്വത വരുമ്പോൾ, ഒരു ചൂസിങ്, സെലക്ടിങ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പക്വത വരുന്ന പ്രായത്തിലാണ്. ഇങ്ങനെ ആ ഒരു കഴിവ് വരുന്ന പ്രായം 12, 13, 14 ഈ വയസ്സുകളിലാണ്. അവിടെ ദേ നോ ദംസെൽസ്, അവർക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ ഉള്ള കഴിവ് ഉള്ളവരായി തീർന്നു. അപ്പോൾ അവർക്ക് അറിവാണ് കൊടുക്കേണ്ടത്. എന്തെല്ലാം തിരഞ്ഞെടുക്കാം, എവിടെയെല്ലാം തിരഞ്ഞെടുക്കാം, ലോകത്തിൽ എന്തൊക്കെയുണ്ട്, പഠിക്കാനുള്ള അവസരങ്ങൾ എന്തൊക്കെയുണ്ട്, സാധാരണ കേൾക്കുന്ന വിഷയങ്ങളെക്കാൾ അപ്പുറമായി ഒരുപാട് ധാരാളമായ വിഷയങ്ങളുണ്ട്. നമുക്കവിടേക്ക് ചെന്നെത്താൻ ഈ കുട്ടികളെ സഹായിക്കാൻ സാധിക്കും. അപ്പോൾ 8ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് കൊടുത്തു തുടങ്ങാവുന്നതാണ്. അവിടെ മുതൽ അവർ ആ ഒരു ഗൈഡൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു വൺ ടൈം പ്രോസസ്സ് അല്ല. കുട്ടികളോട് കുറേ കരിയറിനെ കുറിച്ച് പറഞ്ഞു, ദാറ്റ് ഈസ് ഇൻഫോർമേറ്റീവ്. അവരുടെ മനസ്സിൽ ഏതെങ്കിലും ഒരെണ്ണം പതിയും. പല കുട്ടികളും പറയാറുണ്ട്, എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകണം, എനിക്ക് IPS ആകണം, സിനിമ കണ്ടിട്ട് IPS IAS ആകണമെന്ന് പറയുന്ന കുട്ടികൾ. ഇതൊക്കെ അവരുടെ പാഷനാണ്. പക്ഷെ ആ പാഷനേക്കാൾ അപ്പുറം കഴിവുകളുള്ള കുട്ടികളെ അവരുടെ ആ മഹാപ്രതിഭ എന്താണെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പാഷനിൽ മാത്രം നിൽക്കുന്നത്? ആ പാഷന് ഉപരിയായിട്ട് പ്രായോഗികമായി പഠനം തിരഞ്ഞെടുത്ത് പോകുവാൻ ഒരു കരിയർ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് വൺ ടൈം പ്രോസസ്സല്ല. വൺ ടൈം പ്രോസസ്സിൽ ഒരു ഗ്ലിംസ് കൊടുക്കാം. ഓക്കെ, യു ക്യാൻ ഡു ദിസ്, യു ക്യാൻ സ്റ്റഡി ദിസ്, യു ക്യാൻ സ്റ്റഡി സയൻസ്, യു ക്യാൻ സ്റ്റഡി മാത്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനവരാശിയെക്കുറിച്ച് പഠിക്കാം, മനുഷ്യശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാം, നിങ്ങൾക്ക് ലിബറൽ ആർട്സ് എടുത്ത് പഠിക്കാം, ഹിസ്റ്ററി പഠിക്കാം, ലിറ്ററേച്ചർ പഠിക്കാം. യുവർ ഇൻ്റലിജൻറ്റ് ഈസ് ക്വൈറ്റ് ഗുഡ് ഫോർ ദാറ്റ്, അതൊക്കെ പറയാം. പക്ഷേ അതിനെ വളർത്തിയെടുക്കാൻ ഒരു ഗൈഡൻസ് നിരന്തരം പെർപ്പച്വലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുട്ടിക്ക് 8ാം ക്ലാസ് മുതൽ ആവശ്യമാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ അവൻ്റെ പ്രതിഭ അവന് മനസ്സിലാകും. ഏത് വിഷയത്തോടാണ് എനിക്ക് താല്പര്യം, രക്ഷകർത്താക്കൾക്ക് മനസ്സിലാകും ഇവൻ ഈ പ്രത്യേക വിഷയത്തിലാണ് താല്പര്യം. ഒരിക്കലും ഒരു കരിയർ ഗൈഡൻസിൽ വന്ന കുട്ടി നിർബന്ധമായിട്ട് പറയുന്നു, എനിക്ക് വൈൽഡ് ലൈഫിനെ കുറിച്ച് പഠിക്കണം. വെറുതെ ഒരു പാഷൻ പോലെ പറയുന്നതല്ല. അവൻ അതിനെപ്പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ ശേഖരിച്ചിരിക്കുന്നു, അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ ശേഖരിച്ച് അതൊരു താല്പര്യത്തോടെ പഠിക്കുന്നു, അറിയുന്നു. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ 8ാം ക്ലാസ് മുതലേ നമ്മൾ പരുവപ്പെടുത്തിയെടുത്താൽ, മോൾഡ് ചെയ്തെടുത്താൽ അവരുടെ മഹാപ്രതിഭയെ അവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് നിരന്തരം എല്ലാ സ്ഥലങ്ങളും കുട്ടികളോട് എപ്പോഴും അതിനെക്കുറിച്ച് പറയുക എന്നുള്ളതല്ല. അതിലൊരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അവരറിയാതെ തന്നെ ഒരു വിഷയത്തിനെയും ആ വിഷയത്തിലുള്ള കരിയറുകളെയും കുറിച്ച് ഓർഗാനിക്കായിട്ട്, ജൈവികമായിട്ട് അവരറിയും. അങ്ങനെയാണ് കരിയർ കൗൺസിലേഴ്സ് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു അറിവുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ 8ാം ക്ലാസ് മുതൽ ഒരു ഗൈഡൻസ് കൊടുക്കണം. ഡയറക്റ്റ് കരിയറിലോട്ടല്ല പോകുന്നത്. കരിയർ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ആദ്യമേ നിങ്ങൾക്ക് ഈ ജോലികളൊക്കെ ചെയ്യാം എന്നല്ല പോകുന്നത്.
അവരുടെ കഴിവുകളെ അവരെ അറിയിക്കുക, ആ കഴിവുകളിൽ ഉള്ള മേഖലകളെ അറിയിക്കുക, ആ മേഖലകളിലുള്ള പഠന വിഷയങ്ങളെ അറിയിക്കുക, ആ പഠന വിഷയങ്ങളിലുള്ള ലോകോത്തരവും ദേശീയവും പ്രാദേശികവും അന്തർദേശീയവുമായിരിക്കുന്ന തൊഴിൽ സാധ്യതകളെയും തൊഴിൽ ദാതാക്കളെയും കുറിച്ച് അവരെ അറിയിക്കുക. റോൾ മോഡൽസിനെ കാണിച്ചു കൊടുക്കുക, ആരൊക്കെയാണിത് പഠിച്ചത്. അതുകൊണ്ട് 8ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 13ാം വയസ്സ് മുതൽ കുട്ടികൾക്ക് കരിയർ ഗൈഡൻസ് നൽകി തുടങ്ങണം എന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.